ഹലോ ഗൈസ്, ഇതൊന്ന് നോക്കിക്കേ. വീട്ടിലെ കറിവേപ്പിലേൻ്റെ തൈ മൊത്തം നശിപ്പിക്കുന്ന ഇവനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വമ്പനൊരു വീരനാണ്. ഞാനിവിടുന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടതാണ് കേട്ടോ. എന്തോ ഒരു അനക്കം ഇങ്ങനെ കണ്ടപ്പോൾ നോക്കിയതാണ്. അപ്പോൾ അതാ ആൾ നല്ല വലിപ്പമുണ്ട്. എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് കേട്ടോ ഇതിന്. കണ്ണിൻ്റെ അവിടെയൊക്കെ, തലേൻ്റെ അവിടെയൊക്കെ എന്തോ മഞ്ഞ കളറ്, പിന്നെ ഗ്രീന്, പിന്നെ ലൈറ്റ് സ്കൈ ബ്ലൂ ആയിട്ട് വയറിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ ഡിസൈനൊക്കെ ആയിട്ടൊരു പുഴു. കറിവേപ്പില നശിപ്പിക്കുന്ന വീരൻ ഇവനാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവന് ചെറുതാവുന്ന സമയത്ത് ഇത്രയും ഡിസൈനൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിതിനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. അതിൻ്റെ പുറം ഭാഗത്താണ് അതിന് കൈയൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ കൊമ്പൊക്കെ അവിടെ വെച്ചിട്ട് അതിന്മേലേക്ക് കുറേ കൈകളുണ്ട്. ആ കൈ കൊണ്ട് പിടിക്കുന്നുണ്ട്. നല്ല എന്താ പറയുക, അത്യാവശ്യം നന്നായിട്ട് വലിപ്പമുണ്ട്. ഞാൻ കണ്ടിട്ട് ഞെട്ടി. ഞാൻ എന്താ ഒരു സാധനം ഇങ്ങനെ അനങ്ങണേ പോയി നോക്കിയത്. വമ്പനൊരു പുഴു. ആകെ ഇച്ചിരോ പോകുന്നൊരു കറിവേപ്പില തൈയാണ്. അത് ഫുള്ള് തിന്ന് നശിപ്പിച്ചിട്ട് ഇവനെ വെറുതെ വിടാൻ പാടുണ്ടോ നിങ്ങൾ പറ? അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിട്ടില്ല. 2 പീസാക്കി. എവിടെയോ നമ്മളെ സ്റ്റിക്ക് വെക്കടേ, അവിടേക്ക് ഇങ്ങോട്ട് കൊത്തി പിടിക്കുകയണേ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എത്രയും വലുപ്പത്തിൽ ഇതിനൊക്കെ. കണ്ടിട്ട് അറപ്പാവുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിനെ കൊല്ലാണ്ട് വിട്ടിട്ടുണ്ടെങ്കിലേ വീണ്ടും അത് കറിവേപ്പിലേൻ്റെ മാത്രം നശിപ്പിക്കുന്ന ജീവിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആ കറിവേപ്പിലേൻ്റെ അടുത്തേക്ക് തന്നെ പോവും. അപ്പോൾ അതിൽ നല്ലത് അതിനെ നശിപ്പിക്കുന്ന